രാവിലെ തന്നെ ഞാൻ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് വീട്ടിൽ വായനയുള്ള ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പൂവൊക്കെ ഇറുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ പൂ പറിച്ചുകൊണ്ട് വന്നു, ഞങ്ങൾ എൻ്റെ കൂടെ ഇറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയും പൂവൊക്കെ ആയി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ചെറുതായിട്ട് രാവിലെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വായനയുള്ള ദിവസമല്ലേ, അപ്പം ഫുഡ് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വേറെ ആരുമില്ല, വായിക്കാൻ വരുന്ന അച്ഛന് വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ പണികൾ എന്നെ കൊണ്ട് പറ്റാവുന്ന പണി ഞാൻ ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് വേറെ പണി ഒപ്പിക്കുന്നു. ഇതൊക്കെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലത്തെ കുറച്ച് നേരത്തെ വായനയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഞാൻ വിഷയും കൊടുക്ക് അവൻ്റെ കഴിപ്പ് ഓൾറെഡി കഴിഞ്ഞാണ്. ഇതിപ്പോൾ ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നെന്ന് മാത്രമേ ഉള്ളൂ. ആശാനും വേണമല്ലോ എന്തെങ്കിലുമൊക്കെ കുറച്ച് പരിപാടി, അതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ മുഖത്തെ കലാവിരുദ്ധകൾ കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, എൻ്റെ കൈപ്രയോഗങ്ങളാണ് എല്ലാം. പിന്നെന്തായിരുന്നു, അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വായനയുടെ രാവിലത്തെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനും ഏട്ടനും കൂടെ വൈകുന്നേരം ആയപ്പം വെറുതെ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണേ. വായന തീരുന്നതിന് ഉള്ള സമയം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയി. ആദ്യം ATM കയറി പൈസയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് എന്തിനാണ്, അപ്പം വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നെയ്യപ്പവും ഉഴുന്നുവടയും കൂടി ഈ കടയിൽ നിന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത കടയിലോട്ട് ഞങ്ങൾ വീണ്ടും പോവാട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് പഴംപൊരി വാങ്ങാനുള്ളത്. അങ്ങനെ അവിടുന്ന് പഴംപൊരി ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അലുത്തു കുലുത്തു സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് വാങ്ങിച്ചിട്ട് ഞങ്ങളിതേ വീട്ടിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുക.